എല്ലാവർക്കും നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം വേടൻ വീണ്ടും ചർച്ചയാവുകയാണ്. നമുക്കൊക്കെ അറിയാം, പല തരത്തിൽ വേടൻ സമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതുണ്ട്, ഇല്ലാത്തതുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ പീഡനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വിവാദം വന്നിരിക്കുന്നത്. കോഴിക്കോടുള്ള ഒരു യുവ ഡോക്ടർ തന്നെ വേടൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും തൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിയെടുക്കുകയും ചെയ്തു എന്ന് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. പല നിയമവിദഗ്ധരും പറയുന്നത് ഈ കേസ് നിലനിൽക്കില്ല എന്നാണ്. സാമ്പത്തിക ചൂഷണമോ സാമ്പത്തിക തട്ടിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒരു പരിധി വരെ ചിലപ്പോൾ കേസ് എടുക്കാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ് എത്രമാത്രം നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല. കാരണം കുറച്ചു നാൾ മുമ്പ് ഒരു കോടതി ഉത്തരവുണ്ടായിരുന്നു, ഇങ്ങനെ രണ്ടുപേർ തമ്മിൽ പരസ്പരം കുറേ നാൾ ഒരുമിച്ച് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ തെറ്റി പിരിയുമ്പോൾ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു ആരോപണം എതിർകക്ഷി പ്രത്യേകിച്ച് സ്ത്രീകള് ഉന്നയിച്ചു കൊണ്ടുവരുന്നത് ശരിയായ നടപടിയല്ല. കാരണം രണ്ടുപേരും ഇഷ്ടത്തോടെ പരസ്പര സമ്മതത്തോടെയാണ് ഒരുമിച്ച് കഴിഞ്ഞത്. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒരാളെ മാത്രം പ്രതിയാക്കുന്ന രീതി ശരിയല്ല, അത് നിലനിൽക്കില്ല എന്ന് കോടതി തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പ്രായോഗികമാവുക എന്നാണ് പല ആൾക്കാരും പറയുന്നത്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഒരു യുവ ഡോക്ടറാണ് അല്ലേ, അവരൊരു ഡോക്ടറാണ്, ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല, കൊച്ചുകുട്ടിയല്ല, ഒരു 10-15 വയസ്സിലൊരു ഒരു ടീനേജ് കുട്ടികളൊന്നും അല്ല. കാരണം അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക ഒക്കെ ചെയ്ത് എന്തെങ്കിലും പഞ്ചാര വാക്ക് പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരതിൽ മയങ്ങി വീഴുന്ന ആൾക്കാരാണ്. അവർക്കറിയില്ല തങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്, അറിയാതെ തെറ്റ് ചെയ്ത് പോകുന്ന പ്രായമാണ്. പക്ഷേ ഡോക്ടർ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ സമൂഹത്തെക്കുറിച്ച് നല്ലപോലെ ധാരണയുണ്ട്, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം, ഈ സമൂഹത്തിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഒക്കെ അറിയാം. അപ്പൊ ഏതെങ്കിലും ഒരുത്തൻ എത്ര പ്രശസ്തനായിക്കോട്ടെ അപ്രശസ്തനായിക്കോട്ടെ, അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആളായിക്കോട്ടെ, എങ്ങനെയോ ആയിക്കോട്ടെ, ചിലപ്പോൾ അവരുടെ കണ്ണിൽ ആദ്യ നോട്ടത്തിലൊക്കെ ഇയാൾ വളരെ നല്ല വ്യക്തിത്വമായിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും തന്നെ അയാൾ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്ത് അയാൾ വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോവുകയും തൻ്റെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തിട്ട് കുറേ നാൾ അയാളുടെ കൂടെ എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ അയാൾ കല്യാണം കഴിക്കില്ല എന്നോ അല്ലെങ്കിൽ വേറെ കല്യാണം കഴിക്കാൻ പോകുമെന്നോ അല്ലെങ്കിൽ അയാൾക്ക് വേറെ ബന്ധമുണ്ടെന്നോ മനസ്സിലാക്കിയ ശേഷം കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമായിട്ട് എനിക്കും തോന്നുന്നില്ല. കാരണം ഒന്നും അറിയാത്ത കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ഉടനെ കയ്യിലുള്ള പണവും കൊടുത്ത് ശരീരവും കൊടുത്ത് എല്ലാം ചെയ്ത ശേഷം അയ്യോ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അതിൽ യാതൊരു അർത്ഥമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആളാണ് ഈ കംപ്ലൈന്റ് പറയുന്നതിൽ അർത്ഥം ഉണ്ടായിരുന്നു. ഇത് അത്തരത്തിലുള്ളൊരു കേസല്ലല്ലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് അവരും അതിന് കൂട്ടുനിന്നതാണ്. അപ്പൊ അവർക്കും അതിന് തുല്യ പങ്കാളിത്തമുണ്ട്. എന്നിട്ട് അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്തതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ പൊതുവേ കണ്ടുവരുന്നതാണ്, ആരെങ്കിലും ഒരാൾ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഉടനെ ചാടി അയാളുടെ കൂടെ പോവുകയും അയാൾ വിളിക്കുന്നിടത്തൊക്കെ പോവുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം അയ്യോ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ചിട്ട് എന്താണ് കാര്യം? കാരണം നമ്മുടെ സമൂഹത്തിൽ കുറേ കാലമായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ വിവാഹ ജീവിതത്തിൽ തന്നെ എത്രമാത്രം സക്സസ് ഉണ്ട് എന്നുള്ളത് അല്ലേ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 വർഷം കഴിഞ്ഞ് ബന്ധം പിരിയുന്ന ആൾക്കാരാണ് അധികം പേരും. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ലിവിങ് റിലേഷനില് വിള്ളല് വന്നതിന്റെ പേരിൽ കേസ് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താ അടിസ്ഥാനത്തിലാണ് അവർ ആ കേസ് കൊടുത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. ഈ സമൂഹത്തിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, നടക്കാത്ത കാര്യമൊന്നുമല്ല, നടക്കുന്ന കാര്യം. അവർ അറിഞ്ഞുകൊണ്ട് എല്ലാത്തിനും നിന്ന് കൊടുത്ത ശേഷം ഈ വേടനെ മാത്രം കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഈ വിഷയത്തിലെ വേടന്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ കുട്ടി സ്വയം എന്തിനും തയ്യാറായി പോയതുകൊണ്ടാണ് അദ്ദേഹം അത് മുതലെടുപ്പ് നടത്തിയത്. അതേ പറയാൻ കഴിയുള്ളൂ. അല്ലാതെ ഓടിച്ചിട്ട് പിടിച്ച് പീഡിപ്പിച്ചൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചൊന്നുമല്ലല്ലോ. അപ്പൊ സ്വയം അറിഞ്ഞുകൊണ്ട് എല്ലാത്തിനും നിന്നുകൊടുത്ത് അവര് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ രണ്ടാളും 2 പാത്രത്തിലായി. വിവാഹ ബന്ധത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നതല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ തങ്ങൾക്ക് ഇഷ്ടമില്ലാതെ മുന്നോട്ട് പോകേണ്ട ഒരുമിച്ചെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം. രണ്ടാളും 2 വഴിക്ക്. കല്യാണം കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുക. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് രണ്ടാളും നല്ല രീതിയിൽ 2 വഴിക്ക് പോകുകയാണ് ഏറ്റവും നല്ല മാർഗം. പക്ഷേ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ കേസ് കൊടുത്തതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം കാണും. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഇയാൾ വാങ്ങിയെടുത്ത പണം തിരിച്ചു കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കും ഈ പീഡന പരാതിയും കൂടി ചേർത്ത് കൊടുത്തതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഒരു പീഡന പരാതിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും
പേടിച്ചിട്ട് ഇപ്പൊ നമുക്ക് സമൂഹത്തിലെ ഒരാളെ ഏറ്റവും കൂടുതൽ അപമാനിക്കാൻ പറ്റിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ പീഡന പരാതിയാണല്ലോ. അപ്പോൾ അതിൽ ഭയപ്പെട്ടിട്ട് ഇയാൾ കൊടുക്കും ആ പൈസ എന്ന് കരുതിയിട്ടായിരിക്കണം ചിലപ്പോൾ ഇങ്ങനെ ചെയ്തത്. സ്വാഭാവികമായിട്ട് ഇയാൾ വാങ്ങിയ പൈസ ഒന്നും ചോദിച്ചപ്പോൾ കൊടുത്തു കാണില്ല. അപ്പൊ അത് തിരിച്ചു കിട്ടാനുള്ള ഒരു മാർഗം എന്ന ലെവലിലായിരിക്കും ഈ പീഡനവും കൂടി ഈ കേസിൽ ആഡ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പഠിച്ച കുട്ടിയാണ്, വിവരമുള്ള കുട്ടിയാണ്, അപ്പൊ ഈ കേസ് നിലനിൽക്കില്ല എന്ന് ആ കുട്ടിക്ക് തന്നെ ബോധ്യം ഉണ്ടാവും. ഏതെങ്കിലും ഒരു വക്കീലെ സമീപിക്കാണ്ട് ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തൊക്കെ തെളിവുണ്ടായാലും പിന്നെ ബലാത്കാരമായിട്ട് ആ കുട്ടിയെ ഒന്നും ചെയ്യാത്ത സ്ഥിതിക്ക് ഈ കേസ് നിലനിൽക്കില്ല എന്ന് ആ കുട്ടിക്ക് തന്നെ സ്വയം ബോധ്യമുണ്ട്. അപ്പോൾ മറ്റേ കേസിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഇതും കൂടി ആഡ് ചെയ്തതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു പാഠമാവണം. കാരണം ആര് വിളിച്ചാലും എവിടെയും ചെന്ന് കയറി കൊടുത്ത ശേഷം പിന്നീട് അയ്യോ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയും കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് ഇതൊരു പാഠമായി മാറണം ഈ കേസ്. കാരണം ഇപ്പോൾ തന്നെ ആളുകൾ ചർച്ച ചെയ്തു തുടങ്ങി, ഇതെന്താണ് ഇങ്ങനെ എന്ന് ചർച്ച ചെയ്തു തുടങ്ങി. കാരണം നമ്മുടെ സമൂഹം അത്തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ആ മാറിയ കാഴ്ചപ്പാടും ചിന്താഗതികളുമാണ് പെൺകുട്ടികളെ കൊണ്ട് ഇത്തരത്തില് എടുത്തുചാട്ടത്തിന് പ്രേരിപ്പിക്കുന്നത്. എന്നിട്ട് പിന്നെ വിലപിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ കല്യാണം കഴിയുന്നത് വരെ ക്ഷമിക്കാൻ തയ്യാറാവാതെ കല്യാണം കഴിക്കാന്നൊരു വാക്കിന്റെ പുറത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ ജീവിതത്തിനൊന്നും യാതൊരു സേഫ്റ്റി ഇല്ല, ഗ്യാരണ്ടി ഇല്ലാത്തൊരു സമയമാണ്. അപ്പൊ കല്യാണം കഴിക്കാന്നൊരു വാക്ക് നൽകി എന്നതിന്റെ പേര് ആ വാക്ക് എപ്പോൾ വേണമെങ്കിലും ആർക്കും മാറാം. അതിന്റെ പേരിൽ എന്തിനും തയ്യാറാവുന്നവര് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം.